ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാത്തിമാസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടീ കേക്ക് റെസിപ്പി ആയിട്ടാണ്. ബനാന കൊണ്ടുണ്ടാക്കുന്ന എഗ്ലെസ് ടീ കേക്ക് റെസിപ്പി. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. നമ്മളിതിവിടെ തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത പഞ്ചസാര മിക്സിയിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് 3 ബനാന ചെറിയ ചെറിയ പീസുകളാക്കി ചേർത്ത് കൊടുക്കുക. 3 ബനാന മീഡിയം പഴുപ്പുള്ളത്. നല്ലതുപോലെ പഴുത്ത് പോവുകയും ചെയ്യരുത്, പഴുപ്പ് കുറയുകയും ചെയ്യരുത്. വലിയ ബനാന ആണെങ്കിൽ 2 മതി. ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് 1 പാക്കറ്റ് ബൂസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇൻസ്റ്റന്റ് ബ്രൂ കോഫി ചെറിയ പാക്കറ്റ് അത് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം കുറച്ച് ചൂടുവെള്ളവും കൂടി ആഡ് ചെയ്ത് 1/2 കപ്പ് അളവിലേക്ക് ആക്കാം. 1/2 ഗ്ലാസ് അളവിലേക്ക് എല്ലാം കൂടി ആക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. മിൽക്ക് ഉണ്ടെങ്കിൽ മിൽക്ക് പൗഡറും വെള്ളവും വേണ്ട. അതിനുശേഷം അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ് എല്ലാം കൂടി ചേർത്തൊന്ന് അരിച്ച് എടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്ത മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബൂസ്റ്റിന്റെ മിക്സ് ഒന്ന് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഇളക്കാതെ മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വന്നിട്ടില്ല, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേ പരുവത്തിലൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 160 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഒരു 40 മിനിറ്റ് 35-40 മിനിറ്റിനുള്ളിൽ ബേക്ക് ചെയ്തെടുക്കാം. പാനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ സ്ലോ ഫ്ലെയിമിൽ ഇതേ ടൈമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് മെല്ലെ ബട്ടർ ഷീറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. വളരെ നല്ല സ്മൂത്താണ്, വളരെ ടേസ്റ്റിയാണ്. നല്ല സ്പോഞ്ച്, നല്ല സ്മൂത്താണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.